ഹലോ ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുവാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർക്കും പുതിയതായി ഇസ്രായേലിലേക്ക് ജോലിക്ക് വരുന്നവർക്കും ഹെൽപ്ഫുൾ ആകും എൻ്റെ ഈ വീഡിയോസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളിവിടെ പരീക്ഷ എഴുതി പാസ്സാവാനോ ഹീബ്രുവിൻ്റെ എക്സാം എഴുതി പാസ്സാവാനോ ഒന്നും വന്നതല്ല. പണിയെടുക്കുക, കാശ് മേടിക്കുക, പോവുക. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഭാഷ തന്നെ ആയിക്കോട്ടെ, ഒരു ഭാഷ എക്സ്ട്രാ ഒരു ഭാഷയും കൂടെ പഠിച്ചിരിക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ആ അക്ഷരം തൊട്ടൊന്നും പഠിക്കണ്ട കേട്ടോ. നമുക്ക് അത്രയൊന്നും പഠിപ്പിക്കാനും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും ഒക്കെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനുള്ള പ്രായമല്ലല്ലോ. നമ്മൾ അതിലൊന്നും വിജയം കണ്ടെത്താത്തത് കൊണ്ടാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞല്ല. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയൊന്നും ഒട്ടും മോശമൊന്നുമല്ല. നമ്മൾ നല്ല ഹൈ സാലറിയിലൊക്കെയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വാചകം അടിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സിനെ കുറിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, എനിക്ക് പ്രൊഫഷണലായിട്ട് ക്ലാസ് എടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിഞ്ഞൂടാ, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തെറ്റുകളുണ്ടാകാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ഉറപ്പ് തരാം. നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റാമെങ്കിൽ നിങ്ങൾക്കും പറ്റും. നമുക്കെല്ലാവർക്കും ദൈവം ഓരോ കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കുന്ന സെക്ഷൻ മാറിപ്പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് പുറത്തെടുക്കുക. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും. നമ്മുടെ ഈഗോ മാറ്റി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈഗോ മാറ്റി വെക്കുക. നമ്മുടെ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുറത്ത് പോകുമ്പോഴാലും മടിക്കരുത്. എല്ലാവരും എന്തോ കുറച്ചിലും അല്ല, ഭാഷ അറിയാത്തത് ഒരു കുറച്ചിലും അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്നവരാണ് എല്ലാവരും. ഓക്കെ, അതുപോട്ടെ. എന്തായാലും നമുക്ക് അത്യാവശ്യം വേണമല്ലോ, നമുക്ക് പിടിച്ചു നിൽക്കണം. നമ്മുടെ എംപ്ലോയറിൻ്റെ അടുത്തും നമ്മളൊരു ജോലി ഇരിക്കുന്നിടത്തോളം കാലം നമ്മളെപ്പോഴും സേഫ് സോണിലാണ് അല്ലേ. നമ്മൾ ആ ജോലിയിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പിടിച്ചു നിൽക്കണം. നമ്മൾ പുറത്ത് പോയാൽ പെട്ടുപോകരുത്. ഓക്കെ, ഒരാളോട് ഒരു വഴി ചോദിക്കാനായിട്ട് നമ്മൾ പെട്ടുപോകരുത്. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് മനസ്സിലാക്കരുത്. അവർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവണം. അറ്റ്ലീസ്റ്റ് നമുക്ക് അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും അവർ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവണം. അത്രയൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ എടുത്തു പറയാണ്, ഞാൻ പ്രൊഫഷണൽ ടീച്ചറല്ല. മറ്റുള്ള ഒരു വ്യക്തികളുടെയും ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. എനിക്കങ്ങനെ ക്ലാസ് എടുക്കാനും അറിയത്തില്ല. ഇത് ഞാൻ സ്വന്തമായി പഠിച്ചു. എൻ്റെ എംപ്ലോയറുമായിട്ട് ഞാൻ സംസാരിച്ചു, പഠിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ അറിവുകൾ വാട്ട് ഇറ്റ് ഈസ്, അതെവിടെ നിന്നായിക്കോട്ടെ, യൂട്യൂബ് വീഡിയോസ്, മറ്റുള്ളവരുടെ ക്ലാസ്, അതെവിടെ നിന്നായിക്കോട്ടെ. ഞാൻ വേറെ ഒരു ക്ലാസ്സിലും പെയ്ഡ് ഒരു ക്ലാസ്സിലും ഞാൻ പോയിട്ടില്ല. ഇപ്പോഴേ ഞാൻ പറയാം, ഞാൻ സ്വന്തമായി പഠിച്ചെടുത്ത് എനിക്കറിയാവുന്ന, ഇതിനകത്ത് തെറ്റ് കാണും കേട്ടോ. ഇത് മൊത്തം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അങ്ങ് എത്തിച്ചു തരാം അങ്ങനെയൊന്നുമില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തെറ്റാണ് എന്ന് പറയുന്നത് മൊത്തം പൊട്ടത്തരം വന്നിരുന്ന് പറയത്തുമില്ല കേട്ടോ. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ, മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മൾ ഗ്രാമർ ബേസ് പഠിക്കേണ്ട പ്രായമൊന്നും അല്ലല്ലോ. എങ്കിലും നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പം ഇടയ്ക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതും കൂടെ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഭാഷ പോലല്ല, ഇതിന് ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഹീബ്രു ഭാഷ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിച്ച് രംഗം വഷളാക്കുന്നില്ല. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എറ്റ്സെൽ ETSEL എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും. എറ്റ്സെൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. എറ്റ്സെൽ എന്ന വാക്കിനെ കുറിച്ചാണ്, എറ്റ്സെൽ എന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വാചകം പഠിക്കാം. ഓക്കെ, എറ്റ്സെൽ സിംപ്ലി വി ക്യാൻ സേ ഈസ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻ വേർ. എറ്റ്സെൽ എന്താണ്? ആൻസറിങ് ദ ക്വസ്റ്റ്യൻ വേർ, എവിടെ എന്ന ചോദ്യത്തിന് ഉള്ള ആൻസറാണ് എറ്റ്സെൽ. എപ്പോഴാണ്? വെൻ ദ ആൻസർ ഈസ് എ പേഴ്സൺ ഓർ പേഴ്സൺസ് പ്ലേസ്. എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ആയിരിക്കും അല്ലേ നിങ്ങൾ ചോദിച്ചതാ? ഇങ്ങനെ ആയിരിക്കും, ഉറപ്പായിട്ടും ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എറ്റ്സെൽ എന്നാൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവളെന്തോ ഹീബ്രു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണോ? അങ്ങനെ വിചാരിച്ചോ, പറഞ്ഞുതരാം. ഓക്കെ, എറ്റ്സെൽ എന്ന ഹീബ്രു പദം എന്താ അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥലത്ത്, അതും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൈവശം. ഓക്കെ, സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ പേഷ്യൻറ്റ് നമ്മളോട് ചോദിക്കുക, എൻ്റെ ഫോൺ എവിടെ? അപ്പോൾ ഞാൻ അവരോട് പറയും, ഇമ്മ അതെൻ്റെ കൈവശമുണ്ട്, അതെൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. അവൻ എവിടെ പോയി? അമ്മച്ചിയുടെ ഫ്രണ്ടിന് ചോദിക്കുക. അപ്പം ഞാൻ പറയും, അവളുടെ മകൻ്റെ വീട്ടിൽ പോയി. അല്ലെങ്കിൽ അപ്പച്ചൻ ചോദിക്കുവാണ്, എൻ്റെ മകൻ എവിടെ? അപ്പം ഞാൻ പറയും, അവൻ അവൻ്റെ വീട്ടിൽ പോയി.
ഓക്കെ, അവൻ്റെ സ്ഥലത്ത് പോയി. അല്ലെ എൻ്റെ കൂട്ടുകാരി ഇപ്പം എൻ്റെ അടുത്തിരിക്കുമോ, അപ്പം ഞാൻ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിനോട് പറയുവാണ്, എടി അവളിപ്പം എൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സൺ, അയാളുടെ സ്ഥലം, അയാൾ എവിടെയാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കാം, അവൻ എവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആൻസർ പറയാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാം, അവൻ അവൻ്റെ പേരൻസിനോടൊപ്പമാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയേ ഉള്ള സംഭവം. ഇതിന് നമ്മൾ അതിനു വേണ്ടി ഈ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന സിമ്പിൾ വേർഡാണ് എറ്റ്സെൽ. ഓക്കെ, എറ്റ്സെൽ എന്ന വേർഡാണ് ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുക. അവൻ എൻ്റെ കൂടെ ഉണ്ട്, അല്ലെ അതെൻ്റെ കൈവശമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷനാണ് എറ്റ്സെൽ. ഇപ്പോൾ മനസ്സിലായോ? നിങ്ങൾ വിഷമിക്കേണ്ട, എക്സാമ്പിൾസ് പുറകെ വരുന്നുണ്ട്, അത് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂസസ് നോക്കാം. അറ്റ് എ പേഴ്സൺസ് ഹോം ഓർ പ്ലേസ് യൂസ്ഡ് വെൻ യു ആർ അറ്റ് സംവൺസ് ലൊക്കേഷൻ. നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലോ അവരുടെ ലൊക്കേഷനിലോ ആണെന്ന് സൂചിപ്പിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഓർ ബീങ് അറ്റ് എ പേഴ്സൺസ് ലൊക്കേഷൻ. മനസ്സിലായല്ലോ? മീനിങ് അത്രേ ഉള്ളൂ. വിസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ പ്ലേസിലായിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി. എക്സാമ്പിൾ നോക്കാം. അയ്യാ മറ്റ് ഗ്രാൻഡ് പാ, അതിപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ്റെ കൂടെ ആണെന്നോ അപ്പൂപ്പനെ വിസിറ്റ് ചെയ്യുന്നോ എന്ന് പറഞ്ഞാലും അനി എറ്റ്സെൽ സഭ. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നീ എവിടാ? അനി എറ്റ്സെൽ സഭ. നീ എവിടാണെന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസറാണ് അനി എറ്റ്സെൽ സഭ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ, നീ എവിടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എവിടാന്ന് പറയുന്നതിൻ്റെ ഉത്തരവാണ് എറ്റ്സെൽ. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. നീ എവിടാണ്? ഞാൻ അപ്പച്ചൻ്റെ അടുത്താ, ഞാൻ അപ്പൂപ്പൻ്റെ അടുത്താ, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, മനസ്സിലായോ? അനി എറ്റ്സെൽ സഭ. അടുത്ത സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻ സം വൺസ് പൊസഷൻ ഓർ വിത്ത് സം വൺ എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും സ്ഥലത്തോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈവശമോ. ഓക്കെ, അതെന്താണ് മീൻ ചെയ്തതെന്ന് വെച്ചാൽ ഇൻ സം വൺസ് പൊസഷൻ ഓർ വിത്ത് സം വൺസ്, മീനിങ് വെൻ ആൻ ഐറ്റം ഈസ് വിത്ത് എ പേഴ്സൺ. ഒന്നുമില്ല, സിമ്പിൾ. ഒരു സാധനം ഒരാളുടെ കൈവശം, അതിനെ സൂചിപ്പിക്കാനും നമ്മൾ എറ്റ്സെൽ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, ഒരാളുടെ കയ്യിൽ ഒരു സാധനം, അയാളുടെ കൈവശം ഒരു സാധനം ഇരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനും നമ്മൾ എന്തുപയോഗിക്കും? എറ്റ്സെൽ എന്ന വാക്ക് ഉപയോഗിക്കും. മനസ്സിലായോ? ഇത് എക്സാമ്പിളായിട്ട് ഇപ്പം അപ്പച്ചൻ്റെ ഫോൺ ഞാൻ പറഞ്ഞില്ല, അപ്പച്ചൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്, അമ്മച്ചിയുടെ ഇത് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ കീസ് ആർ വിത്ത് ഹവ, അതായത് താക്കോലുകൾ. ദ കീസ് എന്ന് പറഞ്ഞാൽ ഹ മഫ്തി ഹോത്ത്. ഓക്കെ, ഇവിടെ വിത്ത് ആരുടെ കൂടെയാ? ഹവയുടെ കൂടെയാണ്. ഓക്കെ, ഹവയുടെ കൈവശമാണ്. അതിനെ നമ്മൾ എറ്റ്സെൽ ഹവ, ഹ മഫ്തി കോത്ത് എറ്റ്സെൽ ഹവ. മനസ്സിലായോ? ദ കീസ് ആർ വിത്ത് ഹവ. താക്കോൽ ആരുടെ കൈവശമാണ്? ആരുടെ കൂടെയാണ്? ഹവയുടെ കൂടെയാണ്. ഹ മഫ്തി കോത്ത് എറ്റ്സെൽ ഹവ. മനസ്സിലായോ? ഹ മഫ്തി കോത്ത് എറ്റ്സെൽ ഹവ. താക്കോൽ ഹവയുടെ കൈവശമാണ്. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അറ്റ് ഓർ വിത്ത് സംവൺസ് പ്ലേസ്, ഇതാണ് എറ്റ്സെൽ അർത്ഥമാക്കുന്നത്. അറ്റോ അല്ലെങ്കിൽ വിത്ത്. ഓക്കെ, ഇത് ആരുടെയെങ്കിലും പ്ലേസ്, ആരുടെയെങ്കിലും കൈവശം, ആരുടെയെങ്കിലും സ്ഥലത്ത്, ഇതാണ് അർത്ഥമാക്കുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് കമ്പൈനിങ് എറ്റ്സെൽ വിത്ത് പ്രോനൗൺസ്. അതായത് പ്രോനൗൺസ് എന്തൊക്കെയാണ്? മൈ, യുവർ, ഹിസ്, ഹെർ, അവർ, യുവർ, ദെയർ. മനസ്സിലായോ? അറ്റ് മൈ പ്ലേസ്, അറ്റ് യുവർ പ്ലേസ്, അറ്റ് ഈസ് പ്ലേസ്, ഇതൊക്കെയാണ്. ഇറ്റ് ചേഞ്ചസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂസ് പ്ലേസ് യു ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ആരുടെ കാര്യമാണ് പറയുന്നത്? ഇപ്പോൾ എൻ്റെ മൈ പ്ലേസിനെ കുറിച്ചാണെങ്കിൽ അത് മാറും. യുവർ പ്ലേസ് ആകുമ്പോൾ വേറൊരു വാക്കാവും. ഹിസ് പ്ലേസ് ആകുമ്പം ഈ എറ്റ്സെൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എറ്റ്സെൽ മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് നമ്മൾ നോക്കാം, അറ്റ് മൈ പ്ലേസ് നോക്കാം. അറ്റ് മൈ പ്ലേസ് ആകുമ്പം എറ്റ്സെൽ എന്നുള്ളത് എറ്റ്സ്ലി എന്നാവും. ഓക്കെ, എറ്റ്സ്ലി. ഓക്കെ ആണോ? എക്സാമ്പിൾ നോക്കാം. അറ്റ് മൈ കാർ എങ്ങനെ പറയാം? എറ്റ്സ്ലി ബ ഓട്ടോ. അറ്റ് മൈ കാർ എങ്ങനെ പറയാം? എറ്റ്സ്ലി ബ ഓട്ടോ. നെക്സ്റ്റ് അറ്റ് മൈ ഹൗസ് എങ്ങനെ പറയാം? എറ്റ്സ്ലി ബബായ്ത്ത്. ഓക്കെ ആണോ? അറ്റ് മൈ ഹൗസ് എങ്ങനെ പറയാം? എറ്റ്സ്ലി ബബായ്ത്ത് എന്ന് പറയാം. ഓക്കെ ആണോ? അറ്റ് മൈ ഹൗസ് എറ്റ്സ്ലി ബബായ്ത്ത്, അറ്റ് മൈ കാർ എറ്റ്സ്ലി ബ ഓട്ടോ. ഇപ്പം നെക്സ്റ്റ് വന്നിട്ട് അറ്റ് മൈ ബാഗ് എങ്ങനെ പറയാം? എറ്റ്സ്ലി ബ തിക്ക്. തിക്കിന് എന്താ പറയാം? തിക്കെന്ന് വെച്ചാൽ എന്താണ്? തിക്കെന്ന് വെച്ചാൽ ബാഗ് എന്നാണ് അർത്ഥം. കേട്ടെ, അർണാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പേഴ്സ് എന്ന് പറയുന്നതാണ്. അറ്റ് മൈ ബാഗ് എങ്ങനെ പറയാം? എറ്റ്സ്ലി ബ തിക്ക്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അറ്റ് യുവർ പ്ലേസ് ആണ് നമുക്ക് നോക്കണ്ട, അടുത്ത പ്രോനൗൺ. അത് വരുമ്പോൾ എറ്റ്സ് ലെഹ, മെയിൽ വെർഷൻ ആകുമ്പം എറ്റ്സ് ലെഹ. അറ്റ് യുവർ പ്ലേസ് ആകുമ്പം ഈ അറ്റ് യുവർ പ്ലേസ് എന്ന് പറയുമ്പം പുരുഷനാകാം സ്ത്രീയാകാം. പുരുഷനാകുമ്പം എറ്റ്സ് ലെഹ. എക്സാമ്പിൾ നോക്കാം. മൈ ഫോൺ ഈസ് വിത്ത് അബ. അബ പുരുഷനല്ലേ? അബ പെലഫോൺ ഷെല്ലി എറ്റ്സ് ലെഹ എങ്ങനെ പറയാം? ഓക്കെ ആണോ? അബ പെലഫോൺ ഷെല്ലി എറ്റ്സ് ലെഹ. മനസ്സിലായോ? മൈ ഫോൺ ഈസ് വിത്ത് അബ. അബ പെലഫോൺ ഷെല്ലി എറ്റ്സ് ലെഹ. എൻ്റെ ഫോൺ എൻ്റെ കൈവശമാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അബയുടെ കൈവശമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ?
ഇത് നോക്കണം. അറ്റ് യുവർ പ്ലേസ് എന്ന് പറയുമ്പോൾ പുരുഷനാകാം സ്ത്രീയാകാം. മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ പുരുഷൻ്റെ പറഞ്ഞു, നെക്സ്റ്റ് സ്ത്രീയുടെ നോക്കാം. അറ്റ് യുവർ പ്ലേസ് ഫീമെയിൽ എങ്ങനെ പറയും? എറ്റ്സ് ലെഹ്. പുരുഷനാകുമ്പം എറ്റ്സ് ലഹ എന്ന് പറയും, സ്ത്രീയാകുമ്പം എറ്റ്സ് ലെഹ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇമ മൈ ഫോൺ ഈസ് വിത്ത് യു. അപ്പച്ചൻ്റെ കയ്യിലാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞു? അബാ പെലഫോൺ ഷെല്ലി എറ്റ്സ് ലെഹ. ഇവിടെ എങ്ങനെ പറയാം? ഇമാ പെലഫോൺ ഷെല്ലി എറ്റ്സ് ലെഹ്. മനസ്സിലായോ? ഇമാ പെലഫോൺ ഷെല്ലി എറ്റ്സ് ലെഹ്. അപ്പോൾ പുരുഷനാകുമ്പം എറ്റ്സ് ലെഹ. അറ്റ് യുവർ പ്ലേസ് എന്ന് നമ്മളൊരു പുരുഷനോട് പറയുമ്പം എറ്റ്സ് ലെഹ എന്ന് പറയാം. സ്ത്രീയോടാകുമ്പം അത് എറ്റ്സ് ലെഹ് എന്നാവും. മനസ്സിലായോ? അറ്റ് മൈ പ്ലേസ് എങ്ങനെ പറയാം? എറ്റ്സ്ലി എന്ന് പറയാം. അപ്പോൾ നമ്മൾ 3 പഠിച്ചു. അറ്റ് മൈ പ്ലേസ് എറ്റ്സ്ലി എന്ന് പറയും. അറ്റ് യുവർ പ്ലേസ് എറ്റ്സ് ലെഹ എന്ന് പറയും. അത് മെയിലിനോട്. ഓക്കെ, അറ്റ് യുവർ പ്ലേസ് മെയിലാകുമ്പം എറ്റ്സ് ലെഹ എന്ന് പറയും. അറ്റ് യുവർ പ്ലേസ് ഫീമെയിൽ ആകുമ്പോൾ എന്ത് പറയും? എറ്റ്സ് ലെഹ്. ഓക്കെ ആണോ? ഇത് 3 കിട്ടിയോ? എറ്റ്സ്ലി, എറ്റ്സ് ലെഹ, എറ്റ്സ് ലെഹ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അറ്റ് ഹിസ് പ്ലേസാണ് പറയാൻ പോകുന്നത്. അറ്റ് ഹിസ് പ്ലേസ് ആകുമ്പം എറ്റ്സ് ലോ എന്നാവും. അറ്റ് ഹിസ് പ്ലേസ് ആകുമ്പം എറ്റ്സ് ലോ എന്നാവും. ഓക്കെ, അതുപോലെ തന്നെ അറ്റ് ഹെർ പ്ലേസ് നോക്കാം. എറ്റ്സ് ല എന്നാവും. ഓക്കെ, അറ്റ് ഹിസ് പ്ലേസ് ആകുമ്പം എറ്റ്സ് ലോ എന്ന് പറയും. അറ്റ് ഹെർ പ്ലേസ് ആകുമ്പം എറ്റ്സ് ല എന്ന് പറയും. മനസ്സിലായോ? അറ്റ് ഹിസ് പ്ലേസ് എറ്റ്സ് ലോ, അറ്റ് ഹെർ പ്ലേസ് എറ്റ്സ് ല. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് അറ്റ് അവർ പ്ലേസ്. അറ്റ് അവർ പ്ലേസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാം? ഓക്കെ, അറ്റ് അവർ പ്ലേസ് എങ്ങനെ പറയും? എറ്റ്സ് ലേനു, എറ്റ്സ് ലേനു എന്ന് പറയാം. ഓക്കെ, അറ്റ് അവർ പ്ലേസ് എങ്ങനെ പറയാം? എറ്റ്സ് ലേനു എന്ന് പറയാം. ഓക്കെ, നമ്മൾ കേട്ടിട്ടില്ലേ ഷെല്ലാനു, അനഹനു, ഒത്താനു. ഇപ്പം നമ്മൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എപ്പോഴും നു 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 എന്ന് പറഞ്ഞൊരു സംഭവം വരും. അത് മാത്രം ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം അറ്റ് അവർ പ്ലേസ് എറ്റ്സ് ലേനു, എറ്റ്സ് ലേനു. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എത്ര പഠിച്ചു? അറ്റ് മൈ പ്ലേസ് എറ്റ്സ്ലി എന്ന് പറഞ്ഞു. അറ്റ് യുവർ പ്ലേസ് മെയിൽ എറ്റ്സ് ലെഹ എന്ന് പറഞ്ഞു. അറ്റ് യുവർ പ്ലേസ് ഫീമെയിൽ എറ്റ്സ് ലെഹ് എന്ന് പറഞ്ഞു. അറ്റ് ഹിസ് പ്ലേസ് എറ്റ്സ് ലോ എന്ന് പറഞ്ഞു. അറ്റ് ഹെർ പ്ലേസ് എറ്റ്സ് ല എന്ന് പറഞ്ഞു. അറ്റ് അവർ പ്ലേസ് എറ്റ്സ് ലേനു എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അറ്റ് യുവർ പ്ലേസ് പ്ലൂറൽ വരുമ്പം, അതായത് അറ്റ് യുവർ പ്ലേസ് എന്ന് പറയുമ്പം നിങ്ങൾ എന്നാകുമ്പോൾ അവിടെ പുരുഷന്മാരുടെ ഒരു കൂട്ടം, സ്ത്രീകളുടെ ഒരു കൂട്ടം, അല്ല പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഒരു കൂട്ടം, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ പ്ലൂറൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. അറ്റ് യുവർ പ്ലേസ് മെയിൽ ആകുമ്പോൾ എറ്റ്സ് ലഹേം, എറ്റ്സ് ലഹേം എന്ന് പറയാം. എറ്റ്സ് ലഹേം. അറ്റ് യുവർ പ്ലേസ് പ്ലൂറൽ ആകുമ്പം എങ്ങനെയാണ്? മെയിലാകുമ്പം, അതായത് ആണുങ്ങളുടെ പുരുഷന്മാരുടെ ഒരു കൂട്ടമാകുമ്പം എറ്റ്സ് ലഹേം. ഫീമെയിൽസ് ആകുമ്പം, അതായത് സ്ത്രീകളുടെ ഒരു കൂട്ടമാകുമ്പോൾ എങ്ങനെ പറയാം? എറ്റ്സ് ലഹേൻ, എറ്റ്സ് ലഹേൻ. മനസ്സിലായോ? അറ്റ് യുവർ പ്ലേസ് പ്ലൂറൽ, അതായത് പ്ലൂറൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, പുരുഷന്മാരുടെ കൂട്ടം, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പുരുഷന്മാർ വരുമ്പം, അല്ലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കൂട്ടത്തിന് നമ്മളെങ്ങനെ പറയാം? എറ്റ്സ് ലഹേം. പക്ഷേ ഇവിടെ എപ്പോഴും സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഇവർ എടുത്ത് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലല്ല, ഇവിടെ സെപ്പറേറ്റ് ഇങ്ങനെ അവർ എടുത്ത് പറയും സ്ത്രീകളെ ഇത് ചെയ്യുമ്പോൾ, അറ്റസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫീമെയിൽസിന് എങ്ങനെ പറയാം? അറ്റ് യുവർ പ്ലേസ് ഫീമെയിൽ ആകുമ്പോൾ എങ്ങനെ പറയാം? എറ്റ്സ് ലഹേൻ, എറ്റ്സ് ലഹേൻ എന്ന് പറയും. ഓക്കെ ആണോ? ദ ലാസ്റ്റ് വൺ അറ്റ് ദെയർ പ്ലേസ്. അറ്റ് ദെയർ പ്ലേസ്. ഓക്കെ, അറ്റ് ദെയർ പ്ലേസ് അത് മെയിലാകുമ്പോൾ എറ്റ്സ്ലാം, എറ്റ്സ്ലാം എന്ന് പറയും. എറ്റ്സ്ലാം, എറ്റ്സ്ലാം. ഓക്കെ ആണോ? അറ്റ് ദെയർ പ്ലേസ് ഫീമെയിൽ വേർഷൻ ആകുമ്പോൾ എറ്റ്സ്ലാൻ എന്ന് പറയും. എറ്റ്സ്ലാൻ എന്ന് പറയും. നിങ്ങൾക്ക് എത്രത്തോളം ഇത് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടിരുന്ന് പഠിക്കുന്ന കണക്ക് അതേപോലെ ഒരു ക്ലാസ് ഇടാൻ പറ്റത്തില്ല. ഞാനിപ്പം ഗൂഗിൾ മീറ്റിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് പേരുമായിട്ടൊക്കെ ഞങ്ങൾ ക്ലാസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കമ്പൈൻ സ്റ്റഡി പോലൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊരു 1 hour ക്ലാസ് പോകാറുണ്ട്, കുറേയധികം എക്സാമ്പിൾ ചെയ്യും, എല്ലാം ചെയ്യാറുണ്ട്. അത്രത്തോളം എനിക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റത്തുള്ളൂടാ. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വീഡിയോയ്ക്ക് പരിമിതി ഉണ്ടല്ലോ എല്ലാവർക്കും കാണാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, യു ഷുഡ് ട്രൈ ടു സ്പീക്ക് വിത്ത് യുവർ എംപ്ലോയർ ഫസ്റ്റ് ഓഫ് ഓൾ. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ് കിട്ടിയാലും നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.